എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇന്ത്യ ഇസ്രായേൽ റിലേഷൻഷിപ്പ് ആണ്. 2 CBI ഡയറക്ടർ അപ്പോയിന്റ്മെന്റ്, 3 ഓങ് സാൻ സൂക്കിയുടെ ഡിറ്റൻഷനെ കുറിച്ചിട്ടുള്ള 3 പ്രധാന ആർട്ടിക്കിളുകളെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഒന്നാമത്തേത് ഇന്ത്യ ഇസ്രായേൽ റിലേഷൻഷിപ്പ് ആണ്. കാരണം നമുക്കറിയാം ഈ റീസെന്റ് കൺക്ലൂഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു പീസിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഒരു 2 റീജിയൻസ് ആണ്, ഒന്ന് ഇസ്രായേലും മറ്റൊന്ന് പാലസ്തീനും. ഈ ഒരു റൈവൽറിയുടെ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ സമയത്തും ഇന്ത്യ ഒരു പാസീവായിട്ട് സപ്പോർട്ട് ചെയ്തത് പാലസ്തീനെയായിരുന്നു, ഇസ്രായേലിനെ അല്ലായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു തലങ്ങളിൽ നിൽക്കുമ്പോൾ ഇന്ത്യ ഇസ്രായേൽ റിലേഷൻഷിപ്പിന് ഒരു അല്പം കൂടെ മാറ്റുകൂട്ടുന്ന അല്ലെങ്കിൽ ഒരു ഇന്ത്യ ഇസ്രായേൽ റിലേഷൻഷിപ്പിന് ഒരു അല്പം കൂടെ മൈലേജ് നൽകുന്ന ഒരു പ്രോജക്റ്റാണ്, പുതിയൊരു പ്രോജക്റ്റാണ്, ഒരു 3-year പ്രോഗ്രാം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അഗ്രികൾച്ചർ കോഓപ്പറേഷൻ, ഇന്ത്യ ഇസ്രായേൽ എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചറൽ കോഓപ്പറേഷൻ. നമുക്കറിയാം ഇതിനൊരു പുതിയ ഒരു സാധ്യതയായിട്ട് ഇൻഡോ ഇസ്രായേൽ വില്ലേജസ് ഓഫ് എക്സലൻസ് വന്നിട്ടുണ്ട്. സെന്റർ ഓഫ് എക്സലൻസിന് തത്തുല്യമായിട്ട് ഒരു സെന്റർ ഓഫ് വില്ലേജ് എക്സലൻസ് പ്രോഗ്രാംസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു പ്രോജക്റ്റ് 2008 തുടങ്ങുകയും ഈ ഒരു പ്രോജക്റ്റ് ഒരു കസ്റ്റമർ അല്ലെങ്കിൽ സെന്റർ ഓഫ് എക്സലൻസ് വാല്യൂ ചെയിനെ കൂട്ടാനും അല്ലെങ്കിൽ സെൽഫ് സഫീഷ്യന്റ് മോഡിലേക്ക്, അതായത് കർഷകർക്ക് സെൽഫ് സഫീഷ്യന്റ് മോഡിലേക്ക് മാറുവാനുമുള്ള ചില ടെക്നോളജിക്കൽ ഡെവലപ്മെന്റുകളും ടെക്നോളജിക്കൽ ട്രാൻസ്ഫറുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് ഇന്ത്യ ഇസ്രായേൽ എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ കോഓപ്പറേഷൻ പുതുതായിട്ട് ലക്ഷ്യം വെക്കുന്നത്. ബോത്ത് കൺട്രീസ് ആർ ഇംപ്ലിമെന്റിംഗ് ഇൻഡോ ഇസ്രായേൽ അഗ്രികൾച്ചർ പ്രോജക്ട് സെന്റർ ഓഫ് എക്സലൻസ് ആൻഡ് ഇൻഡോ ഇസ്രായേൽ വില്ലേജസ് ഓഫ് എക്സലൻസ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ രാജ്യവും അവരുടെ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യവും അവരുടെ പ്രദേശങ്ങളിൽ ഈ ഒരു വില്ലേജ് ഓഫ് എക്സലൻസസിലേക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രാമ അന്തരീക്ഷത്തിലുള്ള കർഷകരുടെ വിളകൾ കൂട്ടുവാനും അവരുടെ പ്രൊഡക്റ്റുകൾക്ക് വ്യക്തമായിട്ടുള്ള മാർക്കറ്റിംഗിലേക്ക് എത്തുവാനും അതുപോലെ തന്നെ കസ്റ്റമറിൽ നിന്ന് അല്ലെങ്കിൽ കസ്റ്റമറിലേക്ക് ഈ പ്രോഡക്റ്റുകൾ, അതായത് ഈ അഗ്രികൾച്ചറിസ്റ്റിന്റെ കയ്യിൽ നിന്ന് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുവാനുള്ള ചാനലൈസേഷനും ഒക്കെയും ഇതിന്റെ ഒരു ലക്ഷ്യമായിട്ട് കാണുന്നുണ്ട്. ഇതൊരു 3 വർഷത്തേക്കാണ് പ്രോഗ്രാം വന്നിരിക്കുന്നത്. ഇൻഡോ ഇസ്രായേലി അഗ്രികൾച്ചറൽ പ്രോജക്ട് സ്റ്റാർട്ടഡ് ഇൻ ദി ഇയർ 2008 following signing a 3-year action plan based on government to government agreement. Both started agriculture funding about $50 million that focused on ഡയറി ഫാമിംഗ് ടെക്നോളജി ആൻഡ് മൈക്രോ ഇറിഗേഷൻ. 2 പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒന്ന് ഡയറി ഫാമിങ്ങിലും 2 മൈക്രോ ഇറിഗേഷൻ അല്ലെങ്കിൽ നമ്മുടെ തുള്ളിനന സമ്പ്രദായത്തിലും ഒക്കെയാണ് ഈ അധികവും ഇൻവെസ്റ്റ്മെന്റുകൾ വന്നിരിക്കുന്നത്. എന്താ ഈ തുള്ളിനന? നമുക്കറിയാം ഒരു ഡ്രോപ്ലെറ്റുകളായിട്ട് വെള്ളത്തിന്റെ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫ്ലോ കൊടുക്കുന്ന അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇറിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് അല്ലെങ്കിൽ പ്രോസസ് ആണ് നമ്മൾ മൈക്രോ ഇറിഗേഷൻ അല്ലെങ്കിൽ തുള്ളിനന പ്രോജക്റ്റുകൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഏകദേശം $50 million ഇൻവെസ്റ്റ് ചെയ്യാൻ ഇരു രാജ്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്യുന്നത് $50 million വെച്ചാണ്. By March 2014, 10 centers of excellence operated throughout India, offering free training sessions for farmers on efficient agricultural technique using Israeli technological expertise. Vertical farming, drip irrigation and soil solarization are taught at the centers. അതായത് ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? They opened a kind of center of excellence which is actually meant for the training purpose for the agriculturist. എന്തിനാണ് ട്രെയിനിങ് കൊടുക്കുന്നത്? നമുക്കറിയാം ഒരു കാലത്ത് നമ്മൾ ഒരു ട്രഡീഷണൽ അഗ്രികൾച്ചറൽ പ്രാക്ടീസുകൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യത്ത് we need sophisticated technologies, we need much more sophisticated irrigation process as well, so that we implemented certain technologies from Israel as well. We imported their technologies. They are ready to transfer their technologies to develop India's agricultural section as well. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? പലപ്പോഴും ഈ ഇസ്രായേലിന്റെ ടെക്നോളജിക്കൽ എക്സ്പെർട്ടൈസിനെ ഉപയോഗിക്കാൻ എവിടെ സാധിച്ചിട്ടുണ്ട്? ഈ ഒരു സെഗ്മെന്റിൽ അല്ലെങ്കിൽ അഗ്രികൾച്ചറിൽ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ അല്ലെങ്കിൽ തുള്ളിനന സമ്പ്രദായം കൃത്യമായിട്ട് പഠിപ്പിക്കുവാനും അതിന്റെ ട്രെയിനിങ്ങും ഇംപ്ലിമെന്റേഷനും ഈ സെന്റർ ഓഫ് എക്സലൻസ് ഓപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കേന്ദ്രീകൃതമായി ട്രെയിനിങ്ങുകൾ നൽകിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഏറ്റവും പുതിയ ഒരു എക്സ്റ്റൻഷൻ ആണ് വില്ലേജസ് ഓഫ് എക്സലൻസ്, IIVOE എന്നറിയപ്പെടുന്ന പ്രോജക്ട്. This is a new concept aimed at creating a model ecosystem in agriculture across 8 states alongside 13 centers of excellence with 75 villages.
The program will promote the increase of net income and better the livelihood of individual farmers, transforming traditional farms into modern intensive farm based on Indo-Israel Agricultural Action Plan standard. Why do we need to invest much more in agricultural sector? നമുക്കറിയാം നമ്മളുടെ രാജ്യത്തിന്റെ 70% അധികമുള്ള ആളുകൾ എന്ത് ജോലിയിലാണ് ചെയ്യുന്നത്? They are termed as, they are known as agriculturists. But these 70% of this population could contribute only up to 18 to 20% of GDP. That means ഇതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് വളരെ ലോ ലെവലിലേക്കാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ ലോ ലെവലിലേക്ക് പോകുന്നത്? വി നീഡ് മച്ച് മോർ സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജീസ്, വി നീഡ് മച്ച് മോർ ടെക്നിക്സ് ടു എൻഹാൻസ് ദ അഗ്രികൾച്ചറൽ പ്രാക്ടീസ് ഇൻ ദിസ് കൺട്രി. അതിനുവേണ്ടി എന്ത് ചെയ്യണം? വി വിൽ ഹാവ് ടു അഡോപ്റ്റ് ന്യൂ ഫ്രഷ് ടെക്നോളജീസ് ഫ്രം അക്രോസ് ദ വേൾഡ്. അതിന്റെ ഏറ്റവും ഉള്ള സാധ്യതയാണ് IIVOE എന്ന് പറയുന്നത്. ഇതുകൊണ്ട് എന്താ പറയുക ഉപയോഗം വരിക? So that we could minimize the workforce in agricultural sector and we could mechanize the system and we could do our business in much more greater way. അതിനു വേണ്ടിയിട്ട് എന്തിനു ശ്രമിക്കാനുള്ള, അല്ലെങ്കിൽ കുറച്ച് ആളുകളെ കൊണ്ട് കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ഇതിന്റെ ഒരു ഭാഗത്തു നിന്നുണ്ടാവും. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ഇൻകം എന്ന് പറയുന്നത് ഉയർന്നുകൊണ്ടേയിരിക്കും. അതായത് മിനിമം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മാക്സിമം ഔട്ട്പുട്ട്. അതായത് 100 പേര് ജോലി ചെയ്തിടത്ത് നമുക്ക് വെറും 10 പേരെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ പറ്റുകയാണെങ്കിൽ 90 ആളുകളുടെ ശമ്പളം ലാഭമാണ്. ദെൻ ഈ ഒരു 90 ആളുകൾ എന്ന് പറയുന്നത് ഈ ഒരു വെബിന് പുറത്ത് അല്ല, അകത്ത് തന്നെയാണ്, പുറത്ത് ആണെന്നല്ല, അകത്ത് തന്നെയാണ്. പകരം എന്താണ്? they could engage in some other works related to agricultural, or they could develop their own, they could place themselves in a different altitude by different ways. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഇൻകം ഇവിടെ കൂടുന്നുണ്ട്. ഇൻകം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഒബ്വിയസ്ലി കൂടുതൽ കൃഷി സ്ഥലങ്ങൾ കൂടുതൽ കൃഷിയിലേക്ക് മാറും. കൂടുതൽ കൃഷിയിൽ മാറുമ്പോഴത്തേക്ക് ഈ നഷ്ടപ്പെട്ടു പോയി തൊഴിൽ നഷ്ടം അവിടെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനൊപ്പം തന്നെ കൂടുതൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാവും, പ്രൊഡ്യൂസുകൾ ഉണ്ടാവും. അത് രാജ്യത്തിന്റെ സെൽഫ് സഫിഷ്യൻസിയെ സപ്പോർട്ട് ചെയ്യും. അത് തന്നെയല്ല, ഇവിടെ ഇൻകം കൂടുന്നതനുസരിച്ച് മറ്റൊരു സാഹചര്യം കൂടി ഉണ്ടാവും. എന്താണ്? ഈ എക്സ്പെൻഡിച്ചേഴ്സ് കൂടും. എക്സ്പെൻഡിച്ചർ വിൽ ഹെൽപ്സ് ടു ഇൻക്രീസ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന്റെ സപ്ലൈ ഇതായിട്ട് എന്ത് ചെയ്യണം? മാനുഫാക്ചറിങ് ഇൻക്രീസ് ചെയ്യണം. മാനുഫാക്ചറിങ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അവർ GDP വിൽ ഓൾസോ ബി ഗ്രോവിങ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം എവിടെ ഉണ്ടാവും? ഈ ഒരു സിസ്റ്റത്തിൽ കൂടെ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഇൻഡോ-ഇസ്രായേൽ വില്ലേജസ് ഓഫ് എക്സലൻസ് എന്നറിയപ്പെടുന്ന ഈ പ്രോജക്ട്. ലാർജ് സ്കെയിൽ ആൻഡ് കംപ്ലീറ്റ് വാല്യൂ ചെയിൻ അപ്രോച്ച് with economic sustainability embedded with Israeli novel technologies and methodologies will be tailored to local conditions. It will focus on modern agriculture infrastructure, capacity building and market linkage. ഇതൊക്കെയാണ് ഇവരുടെ ഒരു ലക്ഷ്യമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. എന്നാൽ ഇത് മാത്രമല്ല ഇൻഡോ ഇസ്രായേലി റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ വളരെ പ്രധാനമായിട്ടുള്ളത്. നമുക്കറിയാം ഹിസ്റ്റോറിക്കലി ഇറ്റ് ഹെൽപ്ഡ് എ ലോഡ്, ഇസ്രായേൽ ഹെൽപ്ഡ് എ ലോഡ്. അതായത് നമുക്കറിയാം ഹിസ്റ്റോറിക്കൽ ടൈസിൽ നമുക്ക് ഒരു സ്ട്രാറ്റജിക്കലി 1962 ഇൻഡോ ചൈനോ വാറിൽ അല്ലെങ്കിൽ ഇന്ത്യ ചൈന വാറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1965 it supplied around M58 160 mm മോർട്ടാർ അമ്യൂണിഷൻ ടു ഇന്ത്യ. അതായത് 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലും നമ്മൾക്ക് വേണ്ട ആയുധ സപ്ലൈ നടത്തിയത് ഈ ഇസ്രായേൽ ആയിരുന്നു. അതുപോലെ തന്നെ 1998 നമ്മൾ പൊക്രാനിൽ ഒരു അണു ബോംബ് പരീക്ഷണം നടത്തിയപ്പോഴും ഇന്ത്യയെ കണ്ടം ചെയ്യാതെ അല്ലെങ്കിൽ ഇന്ത്യയെ ചോദ്യം ചെയ്യാതിരുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം. അതുപോലെ തന്നെ എന്താണ്? ഇസ്രായേൽ ഇന്ത്യ റിലേഷൻഷിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇക്കണോമിക് കോഓപ്പറേഷൻ തന്നെയാണ്. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ പാർട്ട്നേഴ്സിൽ, ട്രേഡ് പാർട്ട്നേഴ്സിൽ 3ാമത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലും ഇസ്രായേലി കമ്പനികൾ ഇന്ത്യയിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്? ടെലികോമിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, വാട്ടർ ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, റിന്യൂവബിൾ എനർജിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വളരെ വലിയ റിലേഷൻഷിപ്പാണ് ഇക്കണോമിക് മേഖലയിലും ഇന്ത്യ ഇസ്രായേൽ ഉള്ളത്. അതുപോലെ ഡിഫൻസ് കോർപ്പറേഷൻസിൽ പലപ്പോഴും എന്താണ്? ഏകദേശം $1 ബില്യൺ US ആം സപ്ലൈ ആണ് ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ളത്. അതായത് ഓൾമോസ്റ്റ് ഇസ്രായേലിൽ നിന്ന്
ഇസ്രയേലിൽ നിന്ന് ഇന്ത്യ വാങ്ങിക്കുന്നത് ഏകദേശം $1 ബില്യൺ ആയുധങ്ങളാണ്. അപ്പൊ ഇതൊരു വലിയൊരു ട്രേഡ് പാർട്ട്ണർഷിപ്പ് തന്നെയാണ്. ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ മൂന്നാമത്തെ വലിയ ട്രേഡ് പാർട്ട്ണർ ആണ് ഇന്ത്യ ഇസ്രയേലിൻ്റെത്. പത്രത്തിലുള്ള പല തരത്തിലുള്ള ഇസ്രയേലി വെപ്പൺസ് നമ്മൾ ഇന്ത്യ ഉപയോഗിച്ചിട്ടുണ്ട്. ഡ്രോണുകൾ ഉപയോഗിക്കുന്ന ബാരക്, സ്പൈഡർ, കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങൾ, ഹെലികോപ്റ്ററുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എയർക്രാഫ്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഡ്യൂറിങ് ദിസ് പാൻഡമിക് ഇറ നമ്മുടെ COVID-19 ഇഷ്യൂവിലും ഇതിലും നമുക്ക് വളരെയധികം സഹായം ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ ബ്രീതിങ് സ്പേസ് ടു വർക്ക് വിത്ത് ഇന്ത്യൻ അതോറിറ്റീസ് ഓൺ COVID-19 റെസ്പോൺസ്. ഇന്ത്യയുടെ ഒരു COVID-19 റെസ്പോൺസിൽ ഇസ്രയേലും ഒരു പാർട്ടായി നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഒരു വലിയ ഒരു റിലേഷൻഷിപ്പ് ആണ് ഇന്ത്യ ഇസ്രയേൽ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഓൺ agriculture, it's not just on economics, it's not just on trade, it's not just on strategical, it's a kind of all-weather friend of India, Israel. അടുത്തതാണ് high powered panel meets to choose next CBI director. നമുക്കറിയാം CBI director എന്താണ് CBI എന്ന് നമുക്കറിയാം. CBI നെ കുറിച്ച് നമുക്ക് ഒരല്പം കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പക്ഷേ അതിലെ ഒരു ഹൈ പവേർഡ് കമ്മിറ്റിയാണ് ഈ CBI ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവുക. അത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് CBI എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹെഡഡ് ബൈ എ ഡയറക്ടർ. The director of CBI is an Inspector General of Police, IGP, Delhi Special Police Establishment, is responsible for the administration of the organization. ഇതൊരു പോയിന്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഇതൊരു ഇതായിട്ട് ഓർത്താൽ മതി. വിത്ത് ദ എനാക്ട്മെന്റ് ഓഫ് CVC Act of 2003, the superintendents of Delhi Police Special Police Establishment was with central government to save investigation of offences under the Prevention of Corruption Act 1988, which is superintendents with Central Vigilance Commission. The CBI director has been provided security of 2-year tenure in the office by CVC Act 2003. ഇതൊക്കെ നമുക്ക് ഒരു ജസ്റ്റ് ഒരു ഇൻട്രോ ആയിട്ട് ഓർത്താൽ മതി. ഇതിനകത്ത് ഇദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് എന്നുള്ളതാണ്. ഒരു വലിയ ഒരു സംഘമാണ്, അല്ലെങ്കിൽ വലിയൊരു ഹൈ പവർഡ് കമ്മിറ്റി തന്നെയാണ് ഇദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്യാനുള്ള തീരുമാനമെടുക്കുക. The central government shall appoint the director of CBI on the recommendation of a 3-member committee. അതാരൊക്കെയാണെന്ന് നോക്കാം. Consisting of the Prime Minister as the chairperson, the leader of opposition in the Lok Sabha, and Chief Justice of India or Judge of Supreme Court nominated by Supreme Court Judge, Chief Justice of Supreme Court or the Chief Justice of India. അതായത് 3 അംഗ കമ്മിറ്റിയാണ്. അതിൽ ഒരാൾ പ്രധാനമന്ത്രിയാണ്, മറ്റൊരാൾ ഒപ്പോസിഷൻ ലീഡറാണ്, മൂന്നാമതൊരാൾ എന്തായിരിക്കണം? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. അല്ല എങ്കിൽ അദ്ദേഹം നോമിനേറ്റ് ചെയ്യുന്ന സുപ്രീം കോടതി ജഡ്ജ് ആയിരിക്കണം. എന്നാൽ 2014 മുതലുള്ള ഒരു സാഹചര്യം നോക്കിയാൽ നമുക്ക് എന്താണ് സംഭവിക്കുക? അതായത് ഒരു ഓപ്പോസിഷൻ എന്ന് പറയുന്നത് 545ന്റെ 10% സീറ്റുകളെങ്കിലും നേടിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ ഒരു എന്താണ് പൊളിറ്റിക്കൽ അലയൻസ് ആയിരിക്കണം. അൺഫോർച്ചുനേറ്റ്ലി 54 സീറ്റുകൾ നേടിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അലയൻസും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിയും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? ഒരു 54 അല്ലെങ്കിൽ 10%-ലധികം സീറ്റുകൾ ഇല്ലാത്ത ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് ഒരു പ്രതിപക്ഷ നേതാവിനെ അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അത്തരത്തിൽ വരുമ്പോൾ എന്ത് ചെയ്യും? ആ ഒരു സാഹചര്യം മറികടക്കാൻ വേണ്ടിയിട്ടാണ് 2004 ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് അമെന്റ്മെന്റ് ആക്ട് 2014 കൊണ്ടുവന്നത്. അപ്പൊ അതായത് എന്തായിരുന്നു ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ലോക്സഭ ഇല്ലാത്ത ഒരാൾ അല്ലെങ്കിൽ ലീഡർ ഓഫ് ഓപ്പോസിഷൻ പാർട്ടി ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ then the leader of the single largest opposition party in Lok Sabha would be a member of that community. അതായത് നമുക്കറിയാം നമ്മുടെ കോൺഗ്രസ് ഇന്നിപ്പോ ലോക്സഭയിൽ അത്ര വലിയ ശക്തിയൊന്നുമല്ല. അതുപോലെ മറ്റ് പാർട്ടികൾക്കും എന്തുണ്ടാക്കാൻ പറ്റുന്നില്ല, കൂടുതൽ ഒരു മേധാവിത്വം ലോക്സഭയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്താണ്, ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സിംഗിൾ ലാർജസ്റ്റ് ഓപ്പോസിഷൻ പാർട്ടി ആരാണോ അതിന്റെ നേതാവിനെ എന്തായിട്ട് എടുക്കാം? ഈ ഹൈ പവർ കമ്മിറ്റിയുടെ ഒരു മെമ്പറായിട്ട് അപ്പോയിന്റ് ചെയ്യാം. അതായത് ലോക്സഭയിൽ ഓപ്പോസിഷൻ ലീഡർ ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ. ഇപ്പൊ ഒന്ന് ഇതിൽ എന്താ പറയുന്നത്, 3 പേര് അടങ്ങുന്നതാണ്. ഒന്ന് പ്രധാനമന്ത്രിയായിരുന്നു, 2 ചീഫ് ജസ്റ്റിസ് ഉണ്ട്, 3 ലോക്സഭ ഓപ്പോസിഷൻ ലീഡർ ഉണ്ട്, ലീഡർ ഓഫ് ഓപ്പോസിഷൻ.
അല്ലെ? അപ്പൊ ഈ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇല്ലാതിരിക്കുന്ന അവസ്ഥയെ നമുക്ക് കണ്ടിട്ടുണ്ട്. 2014 മുതൽ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്തു? 2014 ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിനെ അമെൻഡ് ചെയ്തു. എങ്ങനെയാണ് അമെൻഡ് ചെയ്തത്? നമ്മുടെ ലോക്സഭയിലുള്ള സിംഗിൾ ലാർജസ്റ്റ് ഒപ്പോസിഷൻ പാർട്ടിയുടെ മെമ്പറിനെ അല്ലെങ്കിൽ നേതാവിനെ എന്താക്കണം? ഹൈ പവേർഡ് കമ്മിറ്റിയിലെ മെമ്പറാക്കി അപ്പോയിന്റ് ചെയ്യണം എന്നതായിരുന്നു അതിന്റെ ആവശ്യം. അപ്പോൾ ആരൊക്കെ ചേർന്നതാണ്? പ്രധാനമന്ത്രിയാണ് അതിന്റെ ചെയർപേഴ്സൺ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അതിന്റെ ഒരു മെമ്പറാണ്, ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഓർ ലീഡർ ഓഫ് ദ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ഇൻ ലോക്സഭ വിൽ ബി ദ member of high powered committee to recommend the CBI director to the government of India. ഈ അങ്ങനെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ആളെ ആര് അപ്പോയിന്റ് ചെയ്യണം? സെൻട്രൽ ഗവൺമെന്റ് CBI ഡയറക്ടർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യണം. ഇതാണ് ഇതിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇതിനപ്പുറത്ത് ഓക്കെ, അപ്പൊ എന്താണ് അപ്പൊ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയാം? നമുക്കറിയാം ഈ റീസെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ അപ്പോയിന്റ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീസെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ appointed an interim director for CBI, Central Bureau of Investigation. പക്ഷേ ആ ഇന്ററീം ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അപ്പോയിന്റ്മെന്റ് നടത്തണമെങ്കിൽ എങ്ങനെയാണ് CBI ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്യുക? ഗവൺമെന്റ് ഇറ്റ് വിൽ ബി ഡൺ ബൈ ദ എക്സിക്യൂട്ടീവ് ഓർഡർ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇപ്പൊ എക്സിക്യൂട്ടീവ് ഓർഡർ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ദ മാൻഡേറ്റ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വിതൗട്ട് എനി ഹാവിംഗ് എനി കൺകറൻസ് വിത്ത് ഹൈ പവേർഡ് കമ്മിറ്റി. അപ്പൊ ഹൈ പവേർഡ് കമ്മിറ്റിയുടെ കൺകറൻസ് ഇല്ലാതെ, അനുവാദമില്ലാതെ, അല്ലെങ്കിൽ അവരുടെ യോജിപ്പുകളില്ലാതെ, അവരുടെ അഭിപ്രായമില്ലാതെ സെൻട്രൽ ഗവൺമെന്റ് വിത്ത് സിമ്പിൾ എക്സിക്യൂട്ടീവ് ഓർഡർ ദേ ആർ അപ്പോയിന്റിംഗ് എസ് ഡയറക്ടർ ഫോർ CBI. അതായത് CBIനെ അപ്പോയിന്റ് ചെയ്യാൻ ആര് സഹായിക്കുന്നു? അല്ലെങ്കിൽ ഗവൺമെന്റ് സിംഗിൾ എക്സിക്യൂട്ടീവ് ഓർഡർ പ്രകാരം ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് അഗൈൻസ്റ്റ് എനി പ്രിൻസിപ്പിൾ ഓഫ് അപ്പോയിന്റ്മെന്റ്. എന്തുകൊണ്ടാണ് അത് വയലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആണ് എന്ന് പറയാൻ കാരണം എന്താണ്? ഇതൊരു വളരെ കീ ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു തസ്തികയാണ് CBI ഡയറക്ടർ. CBI ഡയറക്ടർ എന്ന് പറയുന്നത് അദ്ദേഹം അല്ലെങ്കിൽ CBI എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് നോട്ട് ബി എ ടൂൾ കിറ്റ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ഓർ എനി എക്സിക്യൂട്ടീവ്, സോ ദാറ്റ് ഇറ്റ് മസ്റ്റ് ബി ഹാവിംഗ് എ കൈൻഡ് ഓഫ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ എന്താണ്? എക്സിക്യൂട്ടീവ് ഓർഡർ കൊണ്ട് ഒരു മെമ്പറെ അല്ലെങ്കിൽ ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ അഫക്ട് ദ ഇൻഡിപെൻഡന്റ് നേച്ചർ ഓഫ് CBI. അപ്പൊ എന്ത് ചെയ്യണം? ഈ ഹൈ പവേർഡ് കമ്മിറ്റിയെ പ്രധാനമായിട്ടും അപ്പോയിന്റ് ചെയ്യണം. അതിനൊരു പ്രൊസീജിയർ നമ്മൾ കണ്ടെത്തണം. അതായത് ഈ 2 വർഷം തികയുന്നതിന് മുൻപ്, 1 അല്ലെങ്കിൽ 2 മാസങ്ങൾക്ക് മുൻപ്, 1 or 2 മന്ത് പ്രയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു CBI ഡയറക്ടറെ അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുത്ത് വെച്ചിരിക്കണം. Soon after his retirement, we will have to appoint that person as the CBI director with the concurrence of high powered committee. അതാണ് അതിന്റെ ഒരു പ്രോബ്ലം ആയിട്ട് ഇതിനെ എടുത്തു കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്താണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ? ഇറ്റ് വാസ് set up in the year 1963 by a resolution of Ministry of Home Affairs. Now CBI comes under the administrative control of Department of Personnel and Training of Ministry of Personnel, Public Grievances and Pension. പ്രധാനമന്ത്രിയുടെ ഒരു അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ വകുപ്പാണ് ഈ പറയുന്ന DOPT, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രെയിനിങ് ഓഫ് മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻ. നേരത്തെ എന്തായിരുന്നു? മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താന്റെ കീഴിലാണ്? പ്രധാനമന്ത്രിയുടെ കീഴിൽ തന്നെയാണ് CBI വരുന്നത്. ഇത് സെറ്റപ്പ് ചെയ്തത് 1963-ലാണ്. It was set up on the recommendations of സന്താനം കമ്മിറ്റി. ഇതൊരു ഓർത്ത് വയ്ക്കുക. സന്താനം കമ്മിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് നോക്കുക. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കറപ്ഷൻ കുറയ്ക്കുക. 1962-64 കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയതിന്റെ ഘടകമായിട്ട് കറപ്ഷനെ അല്ലെങ്കിൽ അഴിമതിയെ അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അഴിമതിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1962-64 കാലഘട്ടത്തിൽ സന്താനം കമ്മിറ്റി പഠനത്തിൽ ഏർപ്പെടുകയും അതിന്റെ ബേസ് ചെയ്തൊരു റെക്കമെൻഡേഷൻ കൊണ്ടുവന്നു. ആ റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ട് 1963 എന്ത് ചെയ്തു? 1963 CBI വാസ് സെറ്റപ്പ്. CBI is not a statutory body. A statutory body or constitutional body ഒന്നുമല്ല. It derives its powers from Delhi Special Police Establishment Act of 1946. The CBI is the main investigating agency of central government. It also provides assistance to Central Vigilance Commission and Lokpal. It is also a nodal police agency in India, which coordinates investigation on behalf of Interpol member countries. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകങ്ങളായിട്ട് ഓർത്ത് വെക്കേണ്ട പോയിന്റുകൾ, അല്ലെങ്കിൽ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഓർത്ത് വെക്കേണ്ട പോയിന്റുകൾ എന്ന് പറയുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് മ്യാൻമാറിലെ ഓങ് സാൻ സൂക്കിയുടെ ഒരു ഇഷ്യൂ. നമുക്കറിയാം ഇവരെ 2020 നവംബർ ഇലക്ഷനിൽ
ഇത് വളരെയധികം വലിയ വിജയമായിരുന്നു ഇവർ നേതൃത്വം കൊടുത്ത നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി എന്നറിയപ്പെടുന്ന ഒരു പാർട്ടിക്ക്. പക്ഷെ എന്ത് ചെയ്തു, അൺഫോർച്ചുനേറ്റ്ലി ഇതിനെതിരെ അല്ലെങ്കിൽ ഇതൊരു മാനിപ്പുലേറ്റഡ് വിക്ടറി ആണ് എന്ന് ആരോപിച്ചുകൊണ്ട് പട്ടാളം എന്ത് ചെയ്തു, മിലിറ്ററി ചെയ്തു, ഒരു മിലിറ്ററി അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചെടുക്കുകയും ഓങ് സാൻ സൂക്കിയെ അടക്കമുള്ള നേതാക്കളെ എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല അവരുടെ മുകളിൽ പല കേസുകൾ നമ്മൾ 3/2/2021 മുതലുള്ള കാലഘട്ടങ്ങളിൽ അവർ ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതായത് നമ്മുടെ അന്നത്തെ അല്ലെങ്കിൽ ഇവരുടെ പാർട്ടി നേതാവ് പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന വിൻ മിന്റ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ മ്യാൻമാറിന്റെ പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹത്തെ ക്യാമ്പയിൻ ഗൈഡ് ലൈൻസിനും അല്ലെങ്കിൽ കോവിഡ് പാൻഡമിക് റെസ്ട്രിക്ഷൻസിനും വയലേറ്റ് ചെയ്തു എന്ന പേരിൽ ഒന്ന് ചാർജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓങ് സാൻ സൂക്കിക്കെതിരെയും എന്ത് ചെയ്തിട്ടുണ്ട്, ഇല്ലിസിറ്റ് പൊസഷൻ ഓഫ് വോക്കി ടോക്കിംഗ്. ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരൊരു 6 വോക്കി ടോക്കികൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തിരുന്നു വിതൗട്ട് ദ കൺകറൻസ് ഓഫ് മിലിറ്ററി. ഈ മിലിറ്ററിയുടെ അനുവാദം വേണം എന്തിനു വേണ്ടിയിട്ട്, ഇതുപോലൊരു വോക്കി ടോക്കി അവിടെ ഉപയോഗിക്കണമെങ്കിൽ. അപ്പോൾ എന്താണ്, ഇവർ ഇല്ലിസിറ്റ് പൊസഷൻ ആണ് അല്ലെങ്കിൽ വോക്കി ടോക്കിയുടെ എന്നതാണ് ഒരു കാരണം പറഞ്ഞത്. ഈ 2 ആളുകളെയും എന്ത് ചെയ്തു, 2 ആഴ്ചത്തേക്ക് 2 വീക്സിലേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ ഓങ് സാൻ സൂക്കി അഡീഷണൽ ചാർജുകൾ കൊണ്ടുവന്നു. 1 വയലേറ്റിംഗ് നാഷണൽ ഡിസാസ്റ്റേഴ്സ് ആക്ട്, 2 ഇന്റന്റ് ടു ഇൻസൈറ്റ് പൊളിറ്റിക്കൽ അൺറെസ്റ്റ്, 3 ഫോർ വയലേറ്റിംഗ് ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് എന്നീ കേസുകളിൽ പെടുത്തി ഇവരെ ജയിലിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് മ്യാൻമാറിന്റെ ഒരു ചരിത്രം നമുക്കറിയാം. മ്യാൻമാർ നമുക്കറിയാം ഇന്ത്യ, ബംഗ്ലാദേശ്, ചൈന, ലാവോസ്, കംബോഡിയ, അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ആൻഡമാൻ സീ, അതുപോലെ തന്നെ ബേ ഓഫ് ബംഗാൾ തുടങ്ങിയ റീജിയനുകളുടെ സറൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു നമ്മുടെ ഏഷ്യയിലെ 10ാമത്തെ വലിയ രാഷ്ട്രമാണ് മ്യാൻമാർ എന്ന രാജ്യം. ഇതിന് 1948 ജാനുവരിയിലാണ് 1948 ജാനുവരിയിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് കയ്യിൽ നിന്ന് ഫ്രീഡം നേടിയെടുത്തു. അതിനുശേഷമുള്ള 10 വർഷത്തോളം ഇവർ എന്ത് ചെയ്തു, സമാധാനമായിട്ടുള്ള ഒരു ശാന്തമായിട്ടുള്ള ഒരു രീതിയിലേക്ക് പോയി. ബട്ട് ഇൻ 1958 മുതൽ 1960 വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മിലിറ്ററി റൂളിലേക്ക് അല്ലെങ്കിൽ മിലിറ്ററി ഒരു ടെമ്പററി കെയർ ടേക്കർ ഗവൺമെന്റിനെ സ്ഥാപിച്ചു. കെയർ ടേക്കർ ഗവൺമെന്റിനെ സ്ഥാപിക്കുകയും അവിടുത്തെ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു. അതിനുശേഷം എന്തിനാ 1962 മിലിറ്ററി അധികാരം പിടിച്ചടക്കുകയും 1960 ഒരു സിവിലിയൻ ഗവൺമെന്റിനെ സ്ഥാപിച്ചു, അല്ലെങ്കിൽ സിവിലിയൻ ഗവൺമെന്റിനെ വീണ്ടും അധികാരത്തിലേക്ക് എത്തി. പക്ഷേ ഈ സിവിലിയൻ ഗവൺമെന്റിന്റെ അധികാരം 2 വർഷത്തിൽ കൂടുതൽ നീണ്ടുന്നില്ല. 1962 ഇത് മിലിറ്ററി എന്ത് ചെയ്തു, ഇവരുടെ അധികാരം അല്ലെങ്കിൽ സീസ് ചെയ്തു. മിലിറ്ററി അല്ലെങ്കിൽ അധികാരം പിടിച്ചടക്കി, അല്ലെങ്കിൽ സിവിലിയൻ ഗവൺമെന്റിനെ പുറത്താക്കി മിലിറ്ററി ഗവൺമെന്റിനെ സ്ഥാപിച്ചു. 1968 മുതൽ 26 വർഷം 1988 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇറ്റ് വാസ് അണ്ടർ മിലിറ്ററി റൂൾ. അതിനുശേഷം ഉയർന്നു വന്ന് അത് ആരുടെ നേതൃത്വത്തിലായിരുന്നു, നെ വിൻ എന്നറിയപ്പെടുന്ന നേതാവിന്റെ കീഴിലായിരുന്നു ഈ ഒരു ഭരണം നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ 1988 ഇദ്ദേഹത്തിന്റെ എതിരെയുള്ള ഒരു എക്കണോമി മിസ്മാനേജ്മെന്റ് ബേസ് ചെയ്ത് അല്ലെങ്കിൽ അടിസ്ഥാനപ്പെടുത്തി ഒരു അപ്രൈസിംഗ് ജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്നു. അതിന്റെ പേരായിരുന്നു ഡബ്ല്യു അപ്രൈസിംഗ് എന്നറിയപ്പെടുന്ന ഒരു അപ്രൈസിംഗ്. അതിന്റെ ഭാഗമായിട്ട് എന്താണ്, ജനങ്ങൾ ശക്തമായ നിലപാടുകൾ എടുക്കുകയും പക്ഷെ അതിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് മിലിറ്ററി കൊണ്ടുവന്ന ഒരു കൗൺസിലാണ് സ്റ്റേറ്റ് ലോ ആൻഡ് ഓർഡർ കൺസ്ട്രക്ഷൻ കൗൺസിൽ അല്ലെങ്കിൽ റീസ്റ്റോറേഷൻ കൗൺസിൽ SLORC എന്നറിയപ്പെടുന്ന ഒരു കമ്മിറ്റി അല്ലെങ്കിൽ കൗൺസിലിനെ കൊണ്ടുവന്നു. ഇറ്റ് സീസ് ദ പവർ. ബട്ട് ഇൻ 1990 എന്ത് ചെയ്തു, ഫ്രീ എലക്ഷൻ വാസ് അലൗഡ്. ഇവർക്ക് ഫ്രീ എലക്ഷൻ നൽകി. ആ ഇലക്ഷനിൽ ആധുനിക മ്യാൻമാറിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഓങ് സാന്റെ പുത്രിയും അന്നത്തെ പ്രമുഖ സ്വാതന്ത്ര്യവാദിയും ഡെമോക്രാറ്റിക് വാദിയും അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ആക്ടിവിസ്റ്റുമായിരുന്ന ഓങ് സാൻ സൂക്കിയുടെ ഒരു വരവ് 1990 ആദ്യ പാദത്തിൽ മ്യാൻമാർ കാണുകയുണ്ടായി. അതിനുശേഷം എന്ത് ചെയ്തു, പക്ഷേ ഇതിന് ഒരു വലിയൊരു പ്രോബ്ലം ഉണ്ടായത്, ഈ മിലിറ്ററി റീഗെയിൻ ഇറ്റ്സ് പവർ ഫോർ അനദർ 22 years. 1990 മുതൽ 22 വർഷത്തേക്ക് മിലിറ്ററി വീണ്ടും ഭരണത്തിലേക്ക് ഏർപ്പെട്ടു. മീൻ ടൈം ഇൻ 2008
കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മ്യാൻമാർ വാസ് ക്രിയേറ്റഡ്. പക്ഷെ ഇതിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മ്യാൻമാറിൽ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ 1/4 മെമ്പേഴ്സിനെ പാർലമെന്റിലേക്ക് അപ്പോയിന്റ് ചെയ്യാനുള്ള അവകാശം ആർക്കാണ്? മിലിറ്ററിക്കാണ്. ഈ മിലിറ്ററി അപ്പോയിന്റ്മെന്റിലുള്ള 1/4 ആൾക്കാരെ ആർക്ക് അപ്പോയിന്റ് ചെയ്യാം? ഈ മിലിറ്ററിക്ക് എങ്ങോട്ട് അപ്പോയിന്റ് ചെയ്യാം? പാർലമെന്റിലേക്ക് അപ്പോയിന്റ് ചെയ്യാം എന്നൊരു ക്ലോസോട് കൂടിയാണ് 2008 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മ്യാൻമാർ പുറത്തു വന്നത്, അല്ലെങ്കിൽ ആ തരത്തിൽ വന്നത്. പക്ഷെ എന്ത് 2015 ഇലക്ഷൻ നടന്നു. 2015 ഇലക്ഷൻ ഓങ് സാൻ സൂക്കിയുടെ പാർട്ടി NLD, നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി, വൻ വിജയമായിട്ട് മാറി. വീണ്ടും 2020 എത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ വിജയം വീണ്ടും ആവർത്തിച്ചു എന്ന് മാത്രമല്ല, ഇവരുടെ സീറ്റ് ഏകദേശം 476 സീറ്റിൽ 396 സീറ്റും നേടിക്കൊണ്ടാണ് NLD അധികാരത്തിൽ വന്നത്. പക്ഷേ ഈ NLD അധികാരത്തിൽ വന്നപ്പോൾ മറ്റൊരു പ്രോബ്ലം പതുക്കെ ഉയർന്നു വരാൻ തുടങ്ങി. എന്താണ് പ്രോബ്ലം എന്ന് പറയുന്നത്? മിലിറ്ററിയുടെ ഒരു പ്രോക്സി പാർട്ടിക്ക് വെറും 33 സീറ്റ് മാത്രമാണ് നേടാൻ സാധിച്ചത്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ്. അപ്പൊ ഇത്തരത്തിലുള്ള നേടിയ ഒരു ലാൻഡ് സ്ലൈഡ് വിൻ എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ വോട്ടിംഗ് പാറ്റേണിനെ അട്ടിമറിച്ച് നേടിയതാണ് എന്ന് മിലിറ്ററി ആരോപിക്കുകയും ഈ നേതാക്കളെ അടക്കം, അതായത് ലെജിസ്ലേറ്റേഴ്സിനെ അടക്കം, അല്ലെങ്കിൽ പാർലമെന്റ് മെമ്പേഴ്സിനെ അടക്കം, പാർലമെന്റേറിയൻസിനെ അടക്കം, രാഷ്ട്ര നേതാക്കളെ അടക്കം, NLDയുടെ നേതാക്കളെ അടക്കം അവരെ അറസ്റ്റ് ചെയ്യുകയും ഒരു മിലിറ്ററി ഭരണം സ്ഥാപിക്കുകയും ചെയ്യുകയാണ് അവിടെ ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ ഇതിന് നല്ലൊരു ശതമാനം അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് മ്യാൻമാർ പീപ്പിൾ ആർ ഇൻ ദ സപ്പോർട്ട് ഓഫ് ഓങ് സാൻ സൂക്കി. ദേ ആർ അഗെയിൻസ്റ്റ് ദ മിലിറ്ററി റൂൾ. അവർ പലപ്പോഴും ശാന്തമായിട്ട് പ്രക്ഷോഭങ്ങൾ നടത്തുകയും ശാന്തമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. അവർക്കെതിരെയും കൂട്ടക്കുരുതികൾ നടത്തുന്ന ഒരു വലിയൊരു തേർവാഴ്ചയാണ് ആർമിയുടെ അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതിനെതിരെയുള്ള ഒരു എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇനി നമ്മൾ അല്ലെങ്കിൽ ഇവർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ കാത്തിരിക്കേണ്ട വസ്തുത തന്നെയാണ്. എനിഹൗ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിലിറ്ററി ഷുഡ് നോട്ട് ബി ഇൻ ദ ruling power. They will have to obey the civilian government. It's not for the military is just for the protection of citizenship. അതായത് സിറ്റിസനെയും അല്ലെങ്കിൽ പൗരന്മാരെയും പൗരത്വത്തെയും സംരക്ഷിക്കുവാനുള്ള ഒരു ടൂൾ മാത്രമാണ് മിലിറ്ററി സിസ്റ്റം, അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ സിസ്റ്റം, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു ആർmed ഫോഴ്സസ്. That should not be used against their own citizens. ഇതാണ് ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇന്നത്തെ ഹിന്ദു ന്യൂസിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് വീണ്ടും ഒന്ന് വായിക്കുവാനും ശ്രദ്ധിക്കുവാനും ഈ ആർട്ടിക്കിളുകൾ നോക്കുവാനും ശ്രദ്ധിക്കണം. Okay, thank you all for your time.